ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആര്യാസ് ലേണിംഗ്. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ 3ാമത്തെ ചാപ്റ്ററാണ് ആസിഡുകളും ആൽക്കലികളും. ഒന്നാമത്തെ ചോദ്യം, ആസിഡിൽ ലിറ്റ്മസ് പേപ്പറിൻ്റെ നിറം എന്ത്? ചുവപ്പ്. ആസിഡിൽ ലിറ്റ്മസ് പേപ്പറിൻ്റെ നിറം ചുവപ്പ്. എല്ലാ ആസിഡുകളിലെയും പൊതുവായ രുചി പുളിരുചി. എല്ലാ ആസിഡുകളിലെയും പൊതുവായ രുചി പുളിരുചി. ഇനി ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് തുടങ്ങിയവ ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ശക്തി കൂടിയ ആസിഡുകളാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് തുടങ്ങിയവ ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ശക്തി കൂടിയ ആസിഡുകളാണ്. ഭക്ഷ്യവസ്തുക്കളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുകൾ ശക്തി കുറഞ്ഞവയാണ്. അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് തുടങ്ങിയവ ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ശക്തി കൂടിയ ആസിഡുകളാണ്. എന്നാൽ ഭക്ഷ്യവസ്തുക്കളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുകൾ ശക്തി കുറഞ്ഞവയാണ്. ഭക്ഷ്യവസ്തുവും അതിലടങ്ങിയിരിക്കുന്ന ആസിഡും ചുവടെ കൊടുക്കുന്നു. മോര്, മോരിലെ ലാക്റ്റിക് ആസിഡ്. പുളി, ടാറ്റാറിക് ആസിഡ്. ആപ്പിൾ, മാലിക് ആസിഡ്. വിനാഗിരി, അസിറ്റിക് ആസിഡ്. അപ്പോൾ ഓരോ ഭക്ഷ്യവസ്തുവും അതിലടങ്ങിയിരിക്കുന്ന ആസിഡുകളുമാണ്. മോര്, ലാക്റ്റിക് ആസിഡ്. പുളി, ടാറ്റാറിക് ആസിഡ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആര്യാസ് ലേണിംഗ്. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ 3ാമത്തെ ചാപ്റ്ററാണ് ആസിഡുകളും ആൽക്കലികളും. ഒന്നാമത്തെ ചോദ്യം, ആസിഡിൽ ലിറ്റ്മസ് പേപ്പറിൻ്റെ നിറം എന്ത്? ചുവപ്പ്. ആസിഡിൽ ലിറ്റ്മസ് പേപ്പറിൻ്റെ നിറം ചുവപ്പ്. എല്ലാ ആസിഡുകളിലെയും പൊതുവായ രുചി പുളിരുചി. എല്ലാ ആസിഡുകളിലെയും പൊതുവായ രുചി പുളിരുചി. ഇനി ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് തുടങ്ങിയവ ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ശക്തി കൂടിയ ആസിഡുകളാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് തുടങ്ങിയവ ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ശക്തി കൂടിയ ആസിഡുകളാണ്. ഭക്ഷ്യവസ്തുക്കളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുകൾ ശക്തി കുറഞ്ഞവയാണ്. അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് തുടങ്ങിയവ ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ശക്തി കൂടിയ ആസിഡുകളാണ്. എന്നാൽ ഭക്ഷ്യവസ്തുക്കളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുകൾ ശക്തി കുറഞ്ഞവയാണ്. ഭക്ഷ്യവസ്തുവും അതിലടങ്ങിയിരിക്കുന്ന ആസിഡും ചുവടെ കൊടുക്കുന്നു. മോര്, മോരിലെ ലാക്റ്റിക് ആസിഡ്. പുളി, ടാറ്റാറിക് ആസിഡ്. ആപ്പിൾ, മാലിക് ആസിഡ്. വിനാഗിരി, അസിറ്റിക് ആസിഡ്. അപ്പോൾ ഓരോ ഭക്ഷ്യവസ്തുവും അതിലടങ്ങിയിരിക്കുന്ന ആസിഡുകളുമാണ്. മോര്, ലാക്റ്റിക് ആസിഡ്. പുളി, ടാറ്റാറിക് ആസിഡ്. ആപ്പിൾ, മാലിക് ആസിഡ്. വിനാഗിരി, അസിറ്റിക് ആസിഡ്. ഇനി നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകമേത്? ഹൈഡ്രജൻ. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകമാണ് ഹൈഡ്രജൻ. നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? സിട്രിക് ആസിഡ്. നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്നത് സിട്രിക് ആസിഡ്. കത്തുന്ന വാതകം ഏത്? ഹൈഡ്രജൻ. കത്തുന്ന വാതകം ഹൈഡ്രജൻ. ലോഹങ്ങൾ ആസിഡുമായി പ്രവർത്തിച്ച് ഒരു വാതകം ഉണ്ടാകുന്നു എന്ന് ആദ്യമായി കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ഹെൻറി കാവൻഡിഷ്. ലോഹങ്ങൾ ആസിഡുമായി പ്രവർത്തിച്ച് ഒരു വാതകമുണ്ടാകുന്നു എന്ന് ആദ്യമായി കണ്ടുപിടിച്ച ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ് ഹെൻറി കാവൻഡിഷ്. മുട്ടത്തോട്, ചോക്ക്, മാർബിൾ എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന സംയുക്തം? കാൽഷ്യം കാർബണേറ്റ്. മുട്ടത്തോട്, ചോക്ക്, മാർബിൾ എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന സംയുക്തമാണ് കാൽഷ്യം കാർബണേറ്റ്. ഹൈഡ്രജൻ എന്ന പേര് നൽകിയത് ആരാണ്? ലാവോസിയർ. ഹൈഡ്രജൻ എന്ന പേര് നൽകിയത് ആരാണ്? ലാവോസിയർ. ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏത്? കാർബൺ ഡൈ ഓക്സൈഡ്. ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഫിനോഫ്തലിന് ആസിഡിലെ നിറം എന്ത്? നിറമില്ല. ഫിനോഫ്തലിന് ആസിഡിൽ നിറമില്ല. മീഥൈൽ ഓറഞ്ചിന് ആസിഡിലെ നിറം ഇളം പിങ്കാണ്. മീഥൈൽ ഓറഞ്ചിന് ആസിഡിലെ നിറം ഇളം പിങ്കാണ്. അപ്പോൾ ഫിനോഫ്തലിന് ആസിഡിൽ നിറമില്ല. മീഥൈൽ ഓറഞ്ചിന് ആസിഡിലെ നിറം ഇളം പിങ്കാണ്. ഇനി ഫിനോഫ്തലിന് ആസിഡിൽ നിറമില്ല എന്ന് പറഞ്ഞു. ഫിനോഫ്തലിന് ബേസിലെ നിറം എന്താണ്? പിങ്കാണ്. ഫിനോഫ്തലിന് ബേസിലെ നിറം പിങ്കാണ്.
ഇനി മീഥൈൽ ഓറഞ്ചിന് ആസിഡിലെ നിറം പിങ്കാണ്, മീഥൈൽ ഓറഞ്ചിന് ബേസിലെ നിറം യെല്ലോയാണ്. ഓക്കെ. ഫിനോഫ്തലിന് ആസിഡിൽ നിറമില്ല, ഫിനോഫ്തലിന് ബേസിലെ നിറം പിങ്കാണ്. മീഥൈൽ ഓറഞ്ചിന് ആസിഡിലെ നിറം പിങ്കാണ്, മീഥൈൽ ഓറഞ്ചിന് ബേസിലെ നിറം മഞ്ഞയാണ്. ഓക്കെ. തീ കെടുത്തുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. തീ കെടുത്തുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. ഉറുമ്പുകടി ഏൽക്കുമ്പോൾ ശരീരത്തിൽ പ്രവേശിക്കുന്ന ആസിഡ് ഏത്? ഫോമിക് ആസിഡ്. ഉറുമ്പുകടി ഏൽക്കുമ്പോൾ ശരീരത്തിൽ പ്രവേശിക്കുന്ന ആസിഡാണ് ഫോമിക് ആസിഡ്. ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്ന ചുണ്ണാമ്പ് വെള്ളം പോലുള്ള പദാർത്ഥങ്ങളാണ് ആൽക്കലികൾ. ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്ന ചുണ്ണാമ്പ് വെള്ളം പോലുള്ള പദാർത്ഥങ്ങളാണ് ആൽക്കലികൾ. മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? സൾഫ്യൂരിക് ആസിഡ്. മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ്. ഏതിൻ്റെ എല്ലാം നിർമ്മാണത്തിനാണ് സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ് ഉപയോഗിക്കുന്നത്? രാസവളം, പെയിൻറ്, ഡൈ ഇവ നിർമ്മിക്കാൻ. അപ്പോൾ സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ് എന്നിവ ഉപയോഗിക്കുന്നത് എന്തിനൊക്കെയാണ്? രാസവളം, പെയിൻറ്, ഡൈ എന്നിവ നിർമ്മിക്കാൻ. മഷി, തുകൽ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡാണ് ടാനിക് ആസിഡ്. മഷി, തുകൽ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? ടാനിക് ആസിഡ്. ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കാനും പാനീയങ്ങളിലും ഉപയോഗിക്കുന്ന ആസിഡാണ് സിട്രിക് ആസിഡ്. ഭക്ഷ്യവസ്തുക്കൾ കേടുവരാതെ സൂക്ഷിക്കാനും പാനീയങ്ങളിലും ഉപയോഗിക്കുന്ന ആസിഡാണ് സിട്രിക് ആസിഡ്. ഇനി ആൽക്കലി സ്വഭാവമുള്ളതിൻ്റെ pH മൂല്യം എത്രയാണ്? 7ന് മുകളിലാണ്. 7ന് മുകളിൽ ആൽക്കലി സ്വഭാവമുള്ളതിൻ്റെ pH മൂല്യമാണ്. 7ൽ താഴെയാണെങ്കിലോ? ആസിഡ് സ്വഭാവമുള്ളതിൻ്റെ pH മൂല്യം. അപ്പോൾ 7ൽ താഴെയാണെങ്കിൽ ആസിഡ് സ്വഭാവമാണ്, 7ന് മുകളിലാണെങ്കിൽ ആൽക്കലി സ്വഭാവമാണ്. ഇനി എന്താണ് നിർവിരീകരണം? ആസിഡും ആൽക്കലിയും നിശ്ചിത അളവിൽ കൂടിച്ചേരുമ്പോൾ ആസിഡിൻ്റെയും ആൽക്കലിയുടെയും ഗുണങ്ങൾ നഷ്ടപ്പെടുകയും ലവണവും ജലവും ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ പ്രവർത്തനമാണ് നിർവിരീകരണം. എന്താണ് നിർവിരീകരണം? ആസിഡും ആൽക്കലിയും നിശ്ചിത അളവിൽ കൂടിച്ചേരുമ്പോൾ ആസിഡിൻ്റെയും ആൽക്കലിയുടെയും ഗുണങ്ങൾ നഷ്ടപ്പെടുകയും ലവണവും ജലവും ഉണ്ടാവുകയും ചെയ്യുന്ന ഈ പ്രവർത്തനമാണ് നിർവിരീകരണം. ഇനി ആൽക്കലിയുടെ ഉപയോഗങ്ങൾ എന്തൊക്കെ? സോപ്പ് നിർമ്മാണം, ഡിറ്റർജൻറ്റ്, സെറാമിക് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ നിർമ്മാണം, വ്യാവസായിക ആവശ്യങ്ങൾ, മലിനജല ശുദ്ധീകരണം. ആൽക്കലിയുടെ ഉപയോഗങ്ങളാണ് സോപ്പ് നിർമ്മാണം, ഡിറ്റർജൻറ്റ്, സെറാമിക് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ നിർമ്മാണം, വ്യാവസായിക ആവശ്യങ്ങൾ, മലിനജല ശുദ്ധീകരണം. ഇവയൊക്കെയാണ് ആൽക്കലിയുടെ ഉപയോഗങ്ങൾ. ആമാശയത്തിൽ ആസിഡിൻ്റെ അളവ് കൂടുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെ? ആമാശയത്തിൽ ആസിഡിൻ്റെ അളവ് കൂടുന്നതിനുള്ള കാരണങ്ങളാണ് ശരിയായ രീതിയിൽ ആഹാരം കഴിക്കാതിരിക്കുക, വേണ്ടത്ര വെള്ളം കുടിക്കാതിരിക്കുക, തെറ്റായ ആഹാരശീലങ്ങൾ പിന്തുടരുക. ആമാശയത്തിൽ ആസിഡിൻ്റെ അളവ് കൂടുന്നതിനുള്ള കാരണങ്ങളാണ് ശരിയായ രീതിയിൽ ആഹാരം കഴിക്കാതിരിക്കുക, വേണ്ടത്ര വെള്ളം കുടിക്കാതിരിക്കുക, തെറ്റായ ആഹാരശീലങ്ങൾ പിന്തുടരുക. ഇനി ശുദ്ധജലത്തിൻ്റെ pH മൂല്യം എത്രയാണ്? 7. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം 7. നിർവീര്യ വസ്തുവിനെ സൂചിപ്പിക്കുന്ന pH മൂല്യമാണ് 7. നിർവീര്യ വസ്തുവിനെ സൂചിപ്പിക്കുന്ന pH മൂല്യമാണ് 7. pH മൂല്യം 7ന് മുകളിലാണെങ്കിൽ ആൽക്കലി സ്വഭാവവും 7ൽ താഴെയാണെങ്കിൽ ആസിഡ് സ്വഭാവവും ഉണ്ടാകും. അപ്പോൾ ശരിയായ പ്രസ്താവനകളാണ്: ശുദ്ധജലത്തിൻ്റെ pH മൂല്യം 7, നിർവീര്യ വസ്തുവിനെ സൂചിപ്പിക്കുന്ന pH മൂല്യം 7, pH മൂല്യം 7ന് മുകളിലാണെങ്കിൽ ആൽക്കലി സ്വഭാവവും 7ൽ താഴെയാണെങ്കിൽ ആസിഡ് സ്വഭാവവും ഉണ്ടാകും. ഇനി ഭക്ഷണ പദാർത്ഥങ്ങളുടെ ദഹനത്തെ സഹായിക്കുന്നതിന് വേണ്ടി ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത് എന്താണ്? ആസിഡാണ്. ഭക്ഷണ പദാർത്ഥങ്ങളുടെ ദഹനത്തെ സഹായിക്കുന്നതിന് വേണ്ടി ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത് ആസിഡാണ്. ആമാശയത്തിൽ ആസിഡിൻ്റെ അളവ് കൂടുന്നതിനെയാണ് അസിഡിറ്റി എന്ന് പറയുന്നത്. ആമാശയത്തിൽ ആസിഡിൻ്റെ അളവ് കൂടുന്നതിനെയാണ് അസിഡിറ്റി എന്ന് പറയുന്നത്. വ്യത്യസ്ത മണ്ണിനങ്ങളുടെ pH തന്നിരിക്കുന്നു. ഏതു മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത് എന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഓപ്ഷനിൽ തന്നിരിക്കുന്നത് 7, 5, 8, 9 ഇവയൊക്കെ ആണെങ്കിൽ ഏത് ചേർക്കണം? 5.
വ്യത്യസ്ത മണ്ണിനങ്ങളുടെ pH ആണ് 7, 5, 8, 9. അപ്പോൾ ഇതിൽ ഏത് അളവിലുള്ള മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത് എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഏതിലാണ്? 5. 5 pH 5 മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത്. ബാക്കിയെല്ലാം എന്താണ്? 7, 7 മുകളിലോ ആണ്. ഇനി ആൽക്കലികളുടെ സ്വഭാവം എന്താണ്? കാരരുചിയും വഴുവഴുപ്പുള്ളവയുമാണ്. ആൽക്കലിയുടെ സ്വഭാവം കാരരുചിയും വഴുവഴുപ്പുള്ളവയുമാണ്. ഇനി കാസ്റ്റിക് സോഡ എന്താണ്? സോഡിയം ഹൈഡ്രോക്സൈഡ്. കാസ്റ്റിക് സോഡ സോഡിയം ഹൈഡ്രോക്സൈഡ്. കാസ്റ്റിക് പൊട്ടാഷ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. കാസ്റ്റിക് പൊട്ടാഷ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ കാസ്റ്റിക് സോഡ സോഡിയം ഹൈഡ്രോക്സൈഡാണ്. കാസ്റ്റിക് പൊട്ടാഷ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡാണ്. അപ്പക്കാരത്തിന് എന്ത് പറയും? സോഡിയം ബൈകാർബണേറ്റ്. അപ്പക്കാരം സോഡിയം ബൈകാർബണേറ്റ്. എന്താണ് സൂചകങ്ങൾ? നിറമാറ്റത്തിലൂടെ ആസിഡുകളെയും ആൽക്കലികളെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് സൂചകങ്ങൾ അഥവാ ഇൻഡിക്കേറ്റേഴ്സ്. മഞ്ഞൾ, ചെമ്പരത്തിപ്പൂവ്, ബീട്രൂട്ട് തുടങ്ങിയ ധാരാളം സസ്യഭാഗങ്ങൾ സൂചകങ്ങളായി ഉപയോഗിക്കാവുന്നതാണ്. ലിറ്റ്മസ് പേപ്പർ ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ഒരു സൂചകമാണ്. അപ്പോൾ നിറമാറ്റത്തിലൂടെ ആസിഡുകളെയും ആൽക്കലികളെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് സൂചകങ്ങൾ. മഞ്ഞൾ, ചെമ്പരത്തിപ്പൂവ്, ബീട്രൂട്ട് തുടങ്ങിയ ധാരാളം സസ്യഭാഗങ്ങൾ സൂചകങ്ങളായി ഉപയോഗിക്കാവുന്നവയാണ്. ലിറ്റ്മസ് പേപ്പർ ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ഒരു സൂചകമാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.